يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. تنزيلا ممن خلق الأرض والسماوات العلى الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما وما تحت الثرى. സഹോദരങ്ങളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച ഈ സമയവും ആരോഗ്യവും അവരിഷ്ടപ്പെട്ട മാർഗത്തിലൂടെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്ക് ഏവർക്കും സന്മനസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പടച്ചവന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച നിർദ്ദേശങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന താല്പര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ വേദവചനങ്ങൾ പഠിക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും കടമയായി മാറിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ബുദ്ധിശേഷി, സംസാരശേഷി, കാഴ്ച, കേൾവി, ഇതൊക്കെ മനുഷ്യന്റെ വലിയ സവിശേഷതയാണ്. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ ഭൂമിയിലെ സൃഷ്ടികൾ എന്ന് പറയുന്ന 3 വിഭാഗം. അൽ മലായിക, മലക്കുകൾ. ഈ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുദ്ധി പടച്ചോൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ശഹവാത്തുകൾ ഇട്ട് കൊടുത്തിട്ടില്ല, വികാരങ്ങളില്ല. മലായികത്തുകൾക്ക് ഭൂമിയിലുള്ള ജന്തുക്കൾ, ജീവജാലങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കികൾ. അവർക്ക് വികാരങ്ങളുണ്ട്, പക്ഷെ ശഹവാത്തുണ്ട്, അഖിലില്ല. അവർക്ക് ബുദ്ധി കൊടുത്തിട്ടില്ല. മനുഷ്യൻ അവന് ബുദ്ധിശേഷിയും കൊടുത്തു, വികാരവും കൊടുത്തു. ഇത് മനുഷ്യന്റെ ഒരു സവിശേഷതയാണ്. എന്നിട്ടാണ് അല്ലാഹു തആല ചോദിക്കുന്നത്, നിങ്ങൾക്ക് നൽകിയ ബുദ്ധി കൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ തീർത്തും അവന്റെ ചിന്തകളിലൂടെ മനസ്സിലാക്കി അവനെ കണ്ടെത്തി റബ്ബിലേക്ക് അടുത്ത് പോകാൻ കഴിയുന്ന രൂപത്തിലുള്ള പഞ്ചേന്ദ്രിയ ശേഷി പടച്ച റബ്ബ് നൽകിയിട്ടുള്ളത്. അവ ചോദിക്കുന്നു പറഞ്ഞതിന്റെ അർത്ഥം അത് മനുഷ്യർക്ക് കിട്ടിയ വലിയ അനുഗ്രഹമാണ്. ബുദ്ധിജീവികൾ എന്ന് നമ്മൾ വിളിക്കുന്നവർ മനുഷ്യരാണ്. ഭാരമായ മെമ്മറി, എത്രയോ കണ്ടെത്തലുകൾ നടത്താൻ കഴിയുന്ന, ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ തേടിപ്പിടിച്ച് കണ്ടെത്താൻ കഴിയാൻ മാത്രമുള്ള സവിശേഷമായ ബുദ്ധിവൈഭവം മനുഷ്യന്റെ അത്ഭുതമാണ്. പക്ഷേ ആ ശേഷിയെയും കഴിവിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യപ്പെടുന്നത് നീ അതുകൊണ്ട് എന്ത് ചെയ്തു എന്നത് തന്നെയാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചു മനസ്സിലാക്കിയിട്ട് റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ എന്ന് പറയാൻ കഴിയുന്നവൻ ഉലുൽ അൽബാബുള്ളവരാണ്. അവർ ബുദ്ധിമാന്മാരാണ്. കാരണം അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയുക എന്നത് തന്നെയാണ് ബുദ്ധിയുടെ അടിസ്ഥാനത്തെ. അത് നിഷേധിക്കുന്നവനെ സംബന്ധിച്ച് അവനാണ് ഏറ്റവും വലിയ നന്ദി കെട്ടവൻ എന്ന് പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് വ്യക്തമാക്കി തരുന്ന അധ്യായങ്ങളായിരിക്കും മക്കയിൽ അവതരിച്ച സൂറത്തുകൾ. തൗഹീദുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങളായിരിക്കും മക്കയിൽ ഇറങ്ങിയ സൂറത്ത്. സൂറത്ത് അത്തരത്തിൽപ്പെട്ട അധ്യായമാണ്. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹ് ആരാണ്, അള്ളാഹു എവിടെയാണ്, അള്ളാഹുവിന്റെ സവിശേഷത എന്താണെന്നുള്ളത് ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന പ്രയോഗങ്ങൾ അത്തരം അധ്യായങ്ങളിലൂടെ വായിക്കുമ്പോൾ കാണാം. ആഖിറത്തുമായി ബന്ധപ്പെട്ടും റിസാലത്തുമായി ബന്ധപ്പെട്ടൊക്കെ
ഉണ്ടാവും. ഇന്ന് നമ്മൾ പഠിച്ചു മനസ്സിലാക്കുന്ന ആയത്തിലും അത്തരത്തിൽ ഒരു പ്രത്യേകമായ ഗുണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എടുത്ത് വിശദീകരിക്കുന്ന ആയത്താണ്. അല്ലാഹു എന്തിനാണ് വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നത്? നിങ്ങൾക്കൊരിക്കലും ഒരു ഭാരവും പ്രയാസവും ആകാതിരിക്കാൻ വേണ്ടിയാണ്. എവിടെ നിന്നാണ് ആ വേദനത്തെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്? തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതി വൽ അർള്. ഉന്നതമായ ആകാശങ്ങൾ, ഭൂമി, അതൊക്കെ പടച്ച റബ്ബ് തന്നെയാണ് നിങ്ങൾക്ക് വേദഗ്രന്ഥവും ഇറക്കി തന്നിരിക്കുന്നത്. ഇനി ആ റബ്ബ് എവിടെയാണ് ഉള്ളത്, അല്ല എവിടെയാണ് എന്ന ചോദ്യത്തിന് പലപ്പോൾ നമ്മള് നാട്ടിൽ പറയുന്ന മറുപടി അല്ല തൂണിലും തുരുമ്പിലും കല്ലിലും മുള്ളിലും എല്ലായിടത്തും ഉണ്ടെന്നാണ്. അത് പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ നിരീക്ഷണവും അള്ളാഹുവിന്റെ നോട്ടവും എല്ലായിടത്തും, എവിടെ നിന്നും പറഞ്ഞേക്കാൻ കഴിയില്ല. അല്ല എവിടെയാണെന്ന ചോദ്യത്തിന് മറുപടി അള്ളാഹു ആകാശത്താണെന്നാണ്. ആകാശത്തിൽ എവിടെയാണ് അല്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ് അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. അവൻ അർശിലാണ് ഉള്ളത്. ഇത് പഠിക്കാനുണ്ട്. ഇതിന്റെ തഫ്സീർ വായിക്കണം. പക്ഷെ നമ്മളൊന്ന് ആദ്യം മുതൽ ഓതി നോക്കാം. സൂറത്ത് ത്വാഹയുടെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകൾ ഒന്നുകൂടെ എല്ലാവരും നോക്കി ഓതണം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. طه ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى. 4 വരെയുള്ള ആയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ആയത്തുകൾ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടും അതിന്റെ അവതരണവുമായ കാരണങ്ങളെ കുറിച്ചൊക്കെയാണ് സൂചിപ്പിച്ചത്. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശ. ഇത് ഭയപ്പെടുന്ന ആളുകൾക്കൊക്കെ വലിയ ഉത്ബോധനമായ ഗ്രന്ഥമാണ്. തൻസീലൻ മിമ്മൻ ഖലഖൽ അർള. ഭൂമിയെ സൃഷ്ടിച്ച ഒരുത്തനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. വസ്സമാവാതിൽ ഉല. ഉന്നതമായ ആകാശങ്ങളെ സൃഷ്ടിച്ച റബ്ബിൽ നിന്ന് വന്നതാണ് ഈ ഗ്രന്ഥം. നമ്മളത് പല ആയത്തുകളിലൂടെ വിശദീകരിക്കുകയാണ്. ഒന്ന് കാണാതെ ഓതി നോക്കാം. നമുക്കത് പഠിച്ച ആയത്തുകളാണല്ലോ. ഓതാൻ കഴിയുന്നുണ്ടോ നോക്കാം. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ. ഒരു മഗ്‌രിബിക്കോ ഇമാമക്കാണ് ഈ 4 ഓതിയാൽ തന്നെ ഒരു വക്കാത്തുകൾ ആയത്തായി. നമ്മള് എന്നോ ഒരു ഒന്നാമതും വിധാചാരസോക്കെ ഓതി അങ്ങനെ പോയാൽ പോരല്ലോ. നമുക്കും കുറച്ചൊക്കെ സൂറത്തുകൾ പഠിക്കാൻ കഴിയണം. നമുക്ക് മനപ്പാടാക്കാൻ നല്ല കഴിവുണ്ട്. മൊബൈൽ നമ്പറിൽ നമ്മൾ കാണാതെ പഠിക്കുന്നു, കടകളുടെ പേര് കാണാതെ പഠിക്കുന്നു. നമുക്ക് ആവശ്യമുള്ള പലതും നമ്മുടെ ഓർമ്മയിൽ നിന്ന് പെട്ടെന്ന് വരുന്നു. എങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബുദ്ധി വിശുദ്ധ ഖുർആൻ സൂക്ഷിക്കപ്പെടുന്നില്ല? അതിനോടുള്ള ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കത് സ്വായത്തമാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ പോകുന്ന സ്ഥാപനങ്ങളിൽ അധ്യാപകരോട് ചോദിക്കാൻ, എൻ്റെ കുട്ടി എത്ര കാലം കൊണ്ട് ഹിഫ്ളാക്കും? നിങ്ങളുടെ കുട്ടി കപ്പാസിറ്റിയും താല്പര്യവും അനുസരിച്ച് ഹിഫ്ളാക്കും. എത്ര കപ്പാസിറ്റി ഉണ്ട് ആൾക്ക്, എത്ര താല്പര്യമുണ്ട്, അതിന്റെ സമയത്തിനനുസരിച്ചിരിക്കുന്ന അവന്റെ കാലതാമസം. ഒറ്റ വർഷം കൊണ്ട് ഹിഫ്ളാക്കുന്ന ആളുകളുണ്ട്, 5 വർഷം കൊണ്ട് ഹിഫ്ളാക്കുന്ന ആളുകളുണ്ട്, 8 കൊല്ലം കൊടുത്താലും ഹിഫ്ളാക്കാൻ കഴിയാതെ പോകുന്നവരുണ്ട്. അതൊക്കെ അതിന്റെ വ്യത്യാസത്തിനനുസരിച്ച്. എന്ന പോലെ നമ്മൾ എന്തൊക്കെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയും, നമുക്ക് താല്പര്യമുള്ളതൊക്കെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനോട് ഇഷ്ടം വെച്ചത് പഠിക്കാൻ തുടങ്ങിയാൽ പഠിച്ച റബ്ബ് നമുക്ക് അതിലേക്കുള്ള മാർഗങ്ങൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിൽ ഈമാൻ നിറക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആ ആയാത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ.
ഇനി പറയുന്ന ആയത്ത് ശ്രദ്ധിച്ചോളൂ. 5-ാമത്തെ ആയത്ത് അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. റഹ്മാൻ കഴിഞ്ഞിട്ട് അല അൽ അർശി. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. നോദിക്കും الرحمن على العرش استوى. الرحمن على العرش استوى. له ما في السماوات وما في الأرض. له ما في السماوات وما في الأرض. وما بينهما وما تحت الثرى. له ما في السماوات وما في الأرض وما بينهما. وما بينهما وما تحت الثرى. الرحمن على العرش استوى. له ما في السماوات وما في الأرض وما بينهما وما تحت الثرى. الثرى وما تحت الثرى. نريد القلوب. الرحمن على العرش استوى. له ما في السماوات وما في الأرض وما بينهما وما تحت الثرى. ഈ ആയത്ത് വിശദീകരിച്ച കൂട്ടത്തിൽ ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടും അവയെല്ലാം പടച്ച റബ്ബാണ് ഇത് നിങ്ങൾക്ക് പടച്ച് നിങ്ങൾക്ക് അവതരിപ്പിച്ചത് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് റബ്ബിന്റെ മഹത്വത്തെ സൂചിപ്പിക്കുകയാണ്. അർ-റഹ്മാൻ, അവൻ റഹ്മാനാണ്, പരമകാരുണ്യവാനാണ്. റഹ്മാനും റഹീമും തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. റഹീം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ വിശ്വസിച്ച് ഈമാനോടെ ജീവിച്ച ആളുകളോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ സ്വർഗം നൽകുന്ന മാത്രമുള്ള കാരുണ്യത്തിനാണ് റഹീം എന്ന് പറയും. എന്നാൽ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് പോലും വായുവും വെള്ളവും ശ്വസിക്കാനുള്ള എല്ലാ സംവിധാനവും രക്തവും ജീവനും എല്ലാം കൊടുക്കുന്ന പരമകാരുണ്യൻ എന്ന അർത്ഥമാണ് റഹ്മാൻ. ഈ റഹ്മാൻ എന്ന നാമത്തിന്റെ സവിശേഷത വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലാഹു ബിസ്മിയുടെ കൂടെ ചേർത്ത് വെച്ച 2 നാമമാണ് റഹ്മാൻ, റഹീം. ബിസ്മി എത്രമാത്രം ആവർത്തിക്കുന്നോ ആ നാമം അത്രയും ആവർത്തിക്കും. ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേര് അർ-റഹ്മാനാണ്. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ. ആ സൂറത്തിന്റെ തുടക്കത്തിലെ ആയത്ത് റഹ്മാനാണ്. ധാരാളക്കണക്കിന് തവണ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ച അല്ലാഹുവിന്റെ അസ്മാകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഇസ്മാണ് റഹ്മാൻ എന്നത്. എന്നാൽ ആ റഹ്മാനായ റബ്ബ് എവിടെയാണ്? അലൽ അർശി ഇസ്തവ. അവൻ അർശിലാണ്, സിംഹാസനത്തിലാണ്, സിംഹാസനത്തിനു മേലാണ്. എന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? സിംഹാസനത്തിൽ ഇസ്തവ, അവിടേക്ക് ആരോഹണം ചെയ്തിരിക്കുന്നു. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന് ശേഷം അർശിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഹണം ചെയ്തിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തെ ഈ സന്ദർഭത്തിൽ നമ്മൾ വായിക്കുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ആളുടെ ഈമാൻ പരിശോധിക്കാൻ വേണ്ടി ഒരിക്കൽ ചോദിക്കേണ്ടായി, അല്ലാഹ് എവിടെയാണ്?
ഉടനെ അവർ മറുപടി പറഞ്ഞത് അല്ലാഹു ആകാശത്താണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അവർ ഈമാനുള്ളവരാണ്, ഒരു സത്യവിശ്വാസിയാണ്. അല്ലാഹ് ആകാശത്താണ് എന്ന വിശ്വാസം നമുക്ക് നന്നായിട്ട് വേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലാഹു അദ്വൈതവാദികളായ ആളുകളെ പോലെ എല്ലായിടത്തുമുണ്ട് എന്നുള്ള വാദത്തിന് തെളിവില്ല. എന്നാൽ അല്ലാഹു ആകാശത്തുനിന്ന് ഇറങ്ങി വരും എന്ന് പറയുന്ന ഹദീസ് ഉണ്ടല്ല, ഖുദ്സിയായ ഹദീസ്, അത് ഈ അർശിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. താഴേക്കുള്ള ആകാശങ്ങളിലേക്ക്, ഏറ്റവും അവസാനത്തെ ആകാശത്തേക്ക് വരെ ഇറങ്ങി വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് എവിടെയാണെന്ന് ചോദിച്ചാൽ അല്ലാഹു 7-ാം ആകാശത്തിന്റെ മുകളിലാണ്. അവിടെ എവിടെയാണ്? അലൽ അർശി ഇസ്തവ, അവൻ അർശിലാണ് ഉള്ളത്. വിശുദ്ധ ഖുർആനിലെ ഈ അർശുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. അല്ലാഹു ആകാശഭൂമികളെ പടച്ചു. ഫീ സിത്തത്തി അയ്യാമിൻ, 6 ദിവസം കൊണ്ട്. സുമ്മസ്തവാ അലൽ അർശ്, എന്നിട്ട് അവൻ അർശിൽ ആരോഹണം ചെയ്തു. ആകാശഭൂമികൾ 6 ദിവസം കൊണ്ട് പടച്ചിട്ട് പിന്നെ അർശിലാണ് അല്ലാഹു ഉള്ളത്. ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. അല്ലാഹുവാണ് റബ്ബുൽ അർശിൽ അദീം, മഹത്തായ അർശിന്റെ ഉടമസ്ഥനായവനാണ് നമ്മുടെ റബ്ബ്. മറ്റൊരു ആയത്തിൽ സുമ്മസ്തവാ അലൽ അർശി യുദബ്ബിറുൽ അംർ മാ മിൻ ശഫീഇൻ ഇല്ലാ മിൻ ബഅദി ഇദ്നി. അർശിൽ ഇരുന്നിട്ട് യുദബ്ബിറുൽ അംർ, അല്ലാഹു കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നിയന്ത്രിക്കുന്നവനാണ്. ലോകം നിയന്ത്രിക്കുന്നതാണ് യുദബ്ബിറുൽ അംർ, അല്ലാഹുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. മാ മിൻ ശഫീഇൻ ഇല്ലാ മിൻ ബഅദി ഇദ്നി, അവന്റെ അനുമതി കൂടാതെ ഒരു ശുപാർശകനും ഉണ്ടാകില്ല. അതേപോലെ തന്നെ മഹാനായ യൂസുഫ് നബി ഇസ്ലാമിന്റെ ചരിത്രത്തിലും അങ്ങനെ ഒരു അർശിന്റെ പ്രയോഗം വരുന്നുണ്ട്. അത് വേറെ ഭാഗമാണ്. ഇതേപോലത്തെ ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ആയത്തുകൾ. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, സൂറത്തുൽ ത്വാഹയിൽ പറഞ്ഞ ഭാഗം. ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ, അല്ലാഹു അർശിന്റെ റബ്ബാണ് എന്ന് പറഞ്ഞത് അംബിയാ സൂറത്തിൽ. ഖുൽ മൻ റബ്ബുസ് സമാവാതി സബ്ഇ വറബ്ബുൽ അർശിൽ അദീം. സൂറത്തുൽ മുഅ്മിനൂനോട് ചോദിക്കുകയാണ്, ആകാശങ്ങളുടെ റബ്ബാരാണ്, 7 ആകാശങ്ങളുടെ മഹത്തായ അർശിന്റെ റബ്ബ് ആരാണെന്ന് ചോദിക്കൂ നബിയെ. പിന്നെ അതിൽ റബ്ബുൽ അർശിൽ കരീം എന്ന് വന്നിട്ടുണ്ട്. ഇതിലെല്ലാം അല്ലാഹു തആല അർശിലാണ്, ആകാശലോകത്തിന്റെ ഏറ്റവും മുകളിലുള്ള 7-ാം ആകാശത്തിന്റെ മുകളിൽ വെള്ളത്തിലായി സ്ഥിതി ചെയ്യുന്ന അർശിലാണ് റബ്ബുള്ളത്. ഇനി അവിടെ എന്താ നടക്കുന്ന? വതറൽ മലായികത ഹാഫീന മിൻ ഹൗലിൽ അർശ്, അർശിൽ അല്ലാഹു ഇരിക്കുമ്പോൾ ചുറ്റുഭാഗത്തും മലായികത്തുകൾ പൊതിഞ്ഞിരിക്കണം. കണക്കില്ലാത്ത അത്രയും മലക്കുകൾ ആ അർശിനെ ചുറ്റിപ്പറ്റി മാത്രം നിൽക്കുന്നുണ്ടെന്നാണ്. അവരെന്താ ചെയ്യുന്നത്? യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവിടെ ഇരുന്നുകൊണ്ട്, അള്ളാന്റെ അടുത്തിരുന്നുകൊണ്ട് അള്ളാഹുവിനെ തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വഖദിയ ബൈനഹും ബിൽ ഹഖ് വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ അർശിൽ അല്ലാഹ് ഇരിക്കുന്നു, സിംഹാസനത്തിൽ അല്ലാഹു ആരോഹണം ചെയ്തിരിക്കുന്നു, ചുറ്റുഭാഗത്തും മലക്കുകൾ അല്ലാഹുവിനെ തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ. നമ്മൾ പറ്റുകയാണെങ്കിൽ വായിച്ചു നോക്കേണ്ട ഒരു ആയത്താണ് സൂറത്തുൽ ഗാഫിറിലെ 7-ാമത്തെ ആയത്ത്. അല്ലദീന, മലക്കുകൾ, യഹ്മിലൂനൽ അർശ, അവർ അർശ് വഹിക്കുന്നവരാണ്, ചുമക്കുന്നവരാണ്. മലക്കുകളെ പറ്റി പറയും. വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അർശിന്റെ ചുറ്റുമുള്ള മലക്കുകൾ അല്ലാഹു തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, തഹ്മീദ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
വയുമിനൂന ബിഹി, അവർ അതിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. വയസ്തഗ്ഫിറൂന, ആ മലക്കുകൾ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തുകയാണ്. ആർക്ക് വേണ്ടി? അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്നല്ല. അർശിന്റെ പരിസരത്തിരിക്കുന്ന മലക്കുകൾ പറയുന്ന വാക്ക് വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ, സത്യവിശ്വാസികൾക്ക് വേണ്ടി പുറത്തു കൊടുക്കാൻ വേണ്ടി അവിടെ ഇരുന്നുകൊണ്ട് മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്താ പറയുന്നത്? റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മ, റബ്ബേ നിന്റെ റഹ്മത്ത് എല്ലാത്തിലും വിശാലമാണല്ലോ. വഇൽമ, നിന്റെ ഇൽമ എല്ലാത്തിലും വിശാലമാണ്, എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ നീയാണ്. ഫഗ്ഫിറില്ലദീന താബൂ, തൗബ ചെയ്ത എല്ലാ ആളുകൾക്കും അല്ലാഹ് നീ പുറത്തു കൊടുക്കണേ. മലക്കുകളെ പ്രാർത്ഥിക്കണേ. തൗബന്റെ ഗുണം, ഈമാന്റെ ഗുണം. വത്തബഉ സബീലക, നിന്റെ മാർഗം പിൻപറ്റി ജീവിക്കുന്നവർക്ക് പുറത്തു കൊടുക്കണേ. വഖിഹിം അദാബൽ ജഹീം, അവരെയൊക്കെ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നീ കാത്തുകൊള്ളണേ അല്ലാഹ്. അർശിന്റെ പരിസരത്തിരിക്കുന്ന മലക്കുകൾ പോലും മുഅ്മിനീങ്ങൾക്ക് തൗബ ചെയ്യുന്നവർക്ക്, ഇത്തിബാ ചെയ്യുന്ന ആളുകൾക്ക് നരകത്തിന്റെ മോചനത്തിന് വേണ്ടി തൗബ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഗുണം, ആ മലായികത്തുകൾക്കുള്ള ഗുണം, അതേപോലെ തന്നെ ആ പ്രാർത്ഥന കിട്ടാനുള്ള ഗുണം നമുക്കുണ്ടാവുക. 15 വീണ്ടും അല്ലാഹു ഉന്നതമായ ഒരുപാട് പദവിയുള്ളയാളാണ്. അർശിന്റെ ഉടമസ്ഥനായവനാണ്. എത്ര ആയത്തുകളാണ് ഈ സംഭവം പറയുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അല്ലാഹു അർശിലാണ്. സുബ്ഹാന റബ്ബിസ് സമാവാതി വൽ അർദി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ. അതേപോലെ ذي قوة عند ذي العرش مكين. നമുക്ക് പരിചയമുള്ള സൂറത്തിലായിരിക്കും. അമ്മാ യതസാഅലൂൻ താഴെ വരുന്ന ഒരു സൂറത്താണ്. ذي قوة عند ذي العرش مكين. ഈ സൂറത്തിലാണ് مطاع ثم أمين وما صاحبكم بمجنون. തക്ബീറിൽ ഇത് ശംസ് കുബീറത്ത് എന്നുള്ള സൂറത്തിലാണ്. അല്ലാഹു മഹത്തായ ശക്തിയുള്ളവനാണ്, അർശിനടുത്തുള്ളവൻ, അർശുള്ളവനാണ്. ദുൽ അർശിൽ മജീദ് ഫഅൽ ലിമാ യുരീദ്. ഈ സൂറത്തിലാണ് ദുൽ അർശിൽ മജീദ് ഫഅൽ ലിമാ യുരീദ്. ബുറൂജ്, മാഷാ അല്ലാഹ്, സമായത്തിൽ ബുറൂജിലാണ്. അല്ലാഹു ആരാ? ദുൽ അർശിൽ മജീദ്, ഉന്നതമായ അർശിന്റെ ഉടമയായ റബ്ബാണ്. ഫഅൽ ലിമാ യുരീദ്, അവൻ എന്താ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് പ്രവർത്തിക്കുന്നവനാണ് അല്ലാഹ്. ഇതൊക്കെ ആ ആയത്തുമായി ബന്ധപ്പെട്ട അതിന്റെ വിശദീകരണങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, തഫ്സീറിൽ കാണാൻ സാധിക്കും. അല്ലാഹു അർശിലാണ് എങ്കിൽ അതിനപ്പുറത്ത് ഇബ്ലീസിനൊരു അർശുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. നമുക്ക് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിങ്ങനെ ജീവിക്കുന്നു, നമ്മളുടെ ഇടയിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇബ്ലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പറയാണ്. ഇന്ന ഇബ്ലീസ്, ഹദീസ്, ഇന്ന ഇബ്ലീസ്, ഈ ഇബ്ലീസ് ഉണ്ടല്ലോ, അവൻ വെള്ളത്തിനു മേലെ അവന്റെ അർശ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നിട്ട് അവൻ തന്റെ പ്രജകളെ, മനുഷ്യരെ വഴിപിഴപ്പിക്കാൻ നിയോഗിക്കുകയാണ്. കുറച്ച് ആളുകളെ ഇബ്ലീസിനോട് പറഞ്ഞേക്കാം, പോയി തകർത്തുവായോ, മനുഷ്യന്മാരെ നശിപ്പിച്ചിട്ട് വാ. പുറത്തേക്ക് ആട്ടി പറഞ്ഞിട്ട് പഴിപ്പിച്ചു വരാൻ വേണ്ടി പറഞ്ഞിട്ട് അതിലെ ഏറ്റവും വലിയ ഫിത്നയുള്ള ആളാരാണ്? അവരുടെ കൂട്ടത്തിൽ ഞാൻ ഇന്ന് ഇന്ന ആളുകളൊക്കെ പഴിപ്പിച്ചു എന്ന് പറയുന്ന ആളുണ്ടാവും ഇബ്ലീസിന്റെ കൂട്ടത്തിൽ. ചിലരുണ്ടാവും ഒരാളെ പഴിപ്പിക്കാൻ കിട്ടാതെ നിരാശയോടെ വരുന്നത്.
നിനക്ക് പോയിട്ട് ആരും പഠിപ്പിക്കാൻ പറ്റിയില്ല, ഒരു തല്ലുണ്ടാക്കാൻ പറ്റിയില്ല, ഒരു പണി ചെയ്യാൻ പറ്റിയില്ല. ചില ഇബ്ലീസിന്റെ അനുയായികൾ വന്നിട്ട് പറയും അത്രേ, ഫയഖൂലു മാ തറക്തുഹു ഹത്താ ഫറഖത് ബൈനഹു വബൈന ഇംറഅതിഹി. എനിക്കിന്ന് പോയിട്ട് അധികം പണിയെടുക്കാനൊന്നും പറ്റില്ല, ഒരാളെ അയാളുടെ ഭാര്യയുമായിട്ട് തമ്മിൽ തല്ലിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇബ്ലീസിന്റെ പ്രധാനപ്പെട്ട പണിയാണ് കുടുംബം തകർക്കുക. ഒരു കുഴപ്പമില്ലാതെ പോകുന്ന കുടുംബങ്ങൾക്കിടയിൽ സംശയങ്ങൾ ഉണ്ടാക്കുക, ദുരൂഹതകൾ ഉണ്ടാക്കുക, പുകമറകൾ ഉണ്ടാക്കുക, പരസ്പരം വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലും വാക്കോ പ്രയോഗങ്ങൾ ഉണ്ടാക്കുക. പക്ഷെ അതിന്റെ അനുയായി വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് പോയിട്ട് എനിക്ക് അധികം ഒന്നും പണിയെടുക്കാൻ പറ്റിയില്ല, ഓരോ കുടുംബത്തിൽ പോയിട്ട് ഒരു ഭാര്യയും ഭർത്താവിനെ തമ്മിൽ വേർപിരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇബ്ലീസ് അവനെ അടുത്തേക്ക് ചേർത്ത് പിടിക്കും. എന്നിട്ട് പറയും, നീ എന്തൊരു നല്ല ആളാണ്, അല്ലെങ്കിൽ ആൾ ഉഷാറാണ്, നീ നല്ലൊരാളാണ്. അറിയിക്കണം, ഇത് ഈ തഫ്സീറിലൊക്കെ പറയാനുള്ള കാരണം അള്ളാഹു അർശനാണ്, അവൻ റഹ്മാനാണ് എന്നൊക്കെ പറഞ്ഞതിനപ്പുറത്ത് ഒരു പരീക്ഷണം പോലെ മനുഷ്യരുടെ മുമ്പിൽ ഇബ്ലീസും അവന്റെ അനുയായികളും മനുഷ്യരെ പഴപ്പിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞു നടക്കുന്നത്. സദാസമയത്തും ആ വിഷയത്തിൽ നമ്മുടെ ജാഗ്രത ഉണ്ടാകും. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് സ്വർഗത്തിന്റെ സുന്ദരമായ ജീവിതത്തെ നശിപ്പിച്ചു കളഞ്ഞവരാണ്. ഇവിടെ വസ്വാസം ഉണ്ടാക്കിയിട്ട് അവരെ നശിപ്പിച്ചു, സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. അതുകൊണ്ട് മനുഷ്യർ ആലോചിക്കുക, പടച്ച റബ്ബിന്റെ മഹത്തരമായ കഴിവ്. ഇനിയോ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വമാ ബൈനഹുമാ വമാ തഹത അസ്സറാ. ആയത്തോട് ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വമാ ബൈനഹുമാ വമാ തഹത അസ്സറാ. ലഹു അവനുണ്ട്, അവനുള്ളതാണ്, അല്ലാഹുള്ളതാണ്. ആഫിസ് സമാവാതി ആകാശങ്ങളിലുള്ള മുഴുവൻ സംഭവങ്ങളും സാധനങ്ങളും അല്ലാഹുവിനുള്ളതാണ്. വമാ ഫിൽ അർളി ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും അല്ലാഹുള്ളതാണ്. വമാ ബൈനഹുമാ ആകാശത്തിന്റെ ഭൂമിന്റെ ഇടയിൽ എന്തൊക്കെയുണ്ടോ അതും അല്ലാഹുള്ളതാണ്. വമാ തഹത അസ്സറ, സറ എന്ന് പറഞ്ഞാല് മണ്ണെന്നാണ്. മണ്ണിന്റെ അടിയിൽ എന്തൊക്കെ ഉണ്ടോ അതും അല്ലാഹുവിന്റെയാണ്. നമ്മളാരാണ്? നമ്മൾ ഈ മണ്ണിലേക്ക് വന്ന അതിഥികളാണ്. ഒരു വഴിയാത്രക്കാരനെ പോലെ തൽക്കാലത്തിൽ കുറച്ചേരോടെ വന്നു, ഇവിടുന്ന് പോകാനുള്ളതാണ്. അല്ലാഹുവിന്റെ ഭൂമി എങ്ങനെയാണ്? അലം നജഅലിൽ അർള കിഫാത, ഭൂമി എല്ലാവർക്കും മതിയായ രൂപത്തിലാക്കിയിരിക്കുന്നു. അഹ്യാൻ ജീവിക്കുന്ന ആളുകൾക്കും വഅംവാതൻ മരിക്കുന്ന ആളുകൾക്കും ഈ ഭൂമി മതിയായതാണ്. മരിച്ചാൽ എന്റെ താഴത്തേക്ക് ഇറക്കി, മരിക്കോളം എന്റെ മേലെ കൂടെ. ഈ മണ്ണ്, ഈ ഭൂമി എല്ലാവർക്കും പാകത്തിനുണ്ടായിട്ടുള്ളത്. അള്ളാഹുവിന് എന്തൊക്കെ ഉണ്ട്? ആകാശത്തുള്ളത് മുഴുവൻ അള്ളാഹുവിന്റെയാണ്, ഭൂമിയിലുള്ളത് അള്ളാഹുവിന്റെയാണ്, അതിനിടയിലുള്ളത് അള്ളാഹുവിന്റെയാണ്, അതിന് താഴെ മണ്ണിനടിയിലുള്ളത് അള്ളാഹുവിന്റെയാണ്. ഒരു ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖബറിന്റെ അടുത്തേക്ക് ജനാസയുമായിട്ട് കയറിപ്പോയി. അപ്പോൾ ഖബറിന്റെ പണി പൂർത്തിയായില്ല. ജലസ അലാ ശഫീരിന, ഖബറിന്റെ ചാരത്ത് ഓരത്ത് നബി അവിടെ ഇരുന്നു. ഫബക്കാ, നബി കരഞ്ഞു. ഹത്താ ബല്ല ഥറ, ഹദീസിലെ വാക്ക് ഹത്താ ബല്ല ഥറ, ആ ഇരുന്ന ഭാഗത്തുള്ള മണ്ണ് നനയുമാറ് കുതിരുമാറ് കരഞ്ഞുപോയി. ഫയഖൂൽ, എന്നിട്ട് അവിടുന്ന് അനുയായികളോട് പറഞ്ഞു, യാ ഇഖ്വാനി, എന്റെ സഹോദരന്മാരെ, ഫഅഇദു ലിമിസ്ലി ഹാദാ, ഇങ്ങനെ ഒരു ദിവസം ഖബറിനടുത്ത് നിങ്ങളുടെ ജനാസയും കൊണ്ടുവന്ന് അതിലേക്ക് ഇറക്കി വെക്കാൻ കാത്തു നിൽക്കുന്ന ഒരു ദിവസമുണ്ട്, എല്ലാവരും തയ്യാറായിക്കോളൂ. മറ്റു ഹദീസിൽ കാണാൻ സാധിക്കും, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഖബറിന്റെ അടുത്തേക്ക് ചെന്നു. ഖബർ കണ്ടു. ഫബക്കാ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞു. ഹത്താ
തന്റെ താടിരോമങ്ങളിലൂടെ വെള്ളമൊലിക്കുന്ന കണ്ണീര് വരുന്ന രൂപത്തിലുള്ള കരച്ചിലുണ്ടായി. അനുയായികൾ ചോദിച്ചൊരു കവർ കണ്ടപ്പോൾ എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? ആരുടെ മണ്ണ് കാണുമ്പോൾ എന്തിനാ കരയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യം ഞാൻ കേട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ കരയില്ല. ഞാനത് കേട്ടിട്ടുണ്ട്. എന്താ കേട്ടത്? ഇന്നൽ ഖബർ, തീർച്ചയായും ഈ ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, നാളെ പരലോകത്തേക്കുള്ള ഫസ്റ്റ് വീടാണ് ഇത്. ഫമൻ നജാ ഫീഹാ, ഈ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടു, പേടിക്കാനില്ല. അവിടെ മലക്കുകളുടെ പീഡനങ്ങളിൽ നിന്ന്, ഖബറിന്റെ ശിക്ഷകളിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ ഇനി അവിടുന്ന് അങ്ങോട്ട് ബർസഖ്, പരലോകം, സ്വർഗത്തിലെത്തുന്നത് വരെ പിന്നെ ഈ ഖബറിൽ ഒരാൾ പീഡിപ്പിക്കപ്പെട്ടാൽ, ശിക്ഷിക്കപ്പെട്ടാൽ അവൻ അവിടുന്ന് അങ്ങോട്ട് കയറിപ്പോകുന്ന ഓരോ സ്ഥലത്തും അനുഭവിക്കേണ്ടതാണ്. ഞാൻ കരഞ്ഞത് ഞാൻ ഇതിൽ രക്ഷപ്പെടൂലേ എന്നുള്ള ബേജാറുണ്ടാണ്. മണ്ണ്, ആ മണ്ണിന് താഴെയുള്ളതിന്റെ അവകാശി അള്ളയാണ്. എന്ന് പറഞ്ഞ പോലെ മണ്ണിനടിയിലുള്ള എല്ലാത്തിന്റെയും ഉടമയും അള്ളയാണ്. الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما وما تحت الثرى. ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മൾ പറ്റുന്ന ആയത്തുകളൊക്കെ മനഃപ്പാടാക്കി കൂടെ പോരുക. അർത്ഥം കാര്യങ്ങൾ മനസ്സിലാക്കി വീട്ടിൽ പോയിട്ട് അടുത്ത ആഴ്ച ക്ലാസ്സിന് വരുന്ന ഒരവസ്ഥ മാറി ഒന്ന് തുറന്ന് വായിച്ചു നോക്കുക. സ്വന്തം നമസ്കരിക്കുമ്പോൾ ഈ സൂറത്ത് ഓതി നോക്കുക. വീട്ടിലെ മക്കൾക്കോ ഭാര്യക്കോ കിടക്കോ നമ്മൾ സൂറത്ത് ഓതി കൊടുത്തു നോക്കുക. അങ്ങനെ ഖുർആൻ പഠിക്കുക എന്നുള്ള സംവിധാനം, ഖുർആൻ കേൾക്കുക എന്നതിലുപരിയായി ഈ പഠന സംവിധാനത്തെ ജനകീയവൽക്കരിക്കാൻ നമുക്ക് എന്തെല്ലാം സാധ്യമാവുക എന്നൊക്കെ ചെയ്യേണ്ടത്. അത്ഭുതം തോന്നിപ്പോവും. ഇക്കഴിഞ്ഞ ക്യൂഎച്ച്എൽഎസ് പരീക്ഷയിൽ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും എത്തിയ 2 ആളുകളുടെ പേരിന്റെ കൂടെ ഒരു വാലുണ്ട്, ഡോക്ടർ. നമ്മൾ പറയുന്നത് തിരക്കാണെന്നാണ്, നമ്മൾ പറഞ്ഞത് ഒഴിവില്ല. ആരും ഓട്ടോ ഓടിക്കാൻ പറയുന്നത് തിരക്കാണ്, പെയിന്റ് ഓടിക്കുന്ന ആൾ പറഞ്ഞത് തിരക്കാണ്, മാഷായ അധ്യാപകൻ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഡോക്ടർക്ക് തിരക്കില്ല. സ്വന്തമായി ഗൈനക്കോളജിന്റെ ഹോസ്പിറ്റൽ നടത്തുന്നതിന്റെ MD ആണ് ഒന്നറിയാക്കുക. അവർക്കൊരു തിരക്കില്ലേ. ഇതിനൊരു സമയം മാറ്റി ചെയ്യണം. ഇതിനൊരു സമയവും ഒരു പ്ലാനിങ്ങും ഉള്ളൊരു ഡയറിയിൽ വേറെ എഴുതി വെച്ചിരിക്കും. എന്നിട്ട് അതിൻ്റെ സ്റ്റേറ്റ് വിങ്ങിന്റെ ചർച്ചയിൽ പറയാം, ഒരേ മാർക്ക് 3-4 ആൾക്ക്, ഒരേ മാർക്ക്. ഇവർക്ക് എങ്ങനെ റിസൾട്ട് പ്രഖ്യാപിക്കണം എന്നറിയാതെ കുടുങ്ങിപ്പോയി. അവസാനം അവരെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ട് ചോദിക്കണം, ഓരോ കാര്യങ്ങൾ ചോദിക്കും. ചോദ്യങ്ങൾ സുഹൃത്ത് മറിയമിന്റെ ഉൾഭാഗങ്ങളാണ് ചോദിക്കുന്നത്, പുറത്തുനിന്നല്ല, ഉള്ളുന്നുള്ളുന്നുള്ളുന്ന കയറി ചോദിക്കുമ്പോഴത്തേനും മറുപടി ഇങ്ങനെ വരികയാണ്. ഇന്റർവ്യൂ നീണ്ടു പോവാണ്. എന്തേ കാരണം? ഒരു കേൾവിയല്ല, നിരന്തര വായന, നല്ല പഠനം, മനസ്സിലെത്തി ഇതിനുള്ളിലേക്ക് ഇറങ്ങി ചെയ്യണം. അതൊരു വല്ലാത്ത തൗഫീഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഉയർന്ന വലിയ സന്തോഷങ്ങൾ ഖുർആനിന്റെ പഠനത്തിലൂടെ നമുക്ക് ഇവർക്ക് നല്ല അനുഗ്രഹിക്കുമാറാകട്ടെ. CRE ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ഞായറാഴ്ചകളിൽ 2 മണി മുതൽ 3 മണി വരെ. അത് പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി അഷ്റഫ് സുല്ലമിയാണ്. നമുക്കൊക്കെ അറിയാലോ, ഉസ്താദിന്റെ യാത്രകളും അദ്ദേഹത്തിന്റെ ആ വിഷയത്തിലുള്ള ആത്മാർത്ഥതയൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കി നമ്മുടെ കുട്ടികളെ അവിടേക്ക് എത്തിച്ചു കൊടുക്കാൻ ആ 1 മണിക്കൂർ ഞാൻ അദ്ദേഹത്തിന്റെ പല ക്ലാസ്സുകൾ ഇവിടെ തന്നെ ഇരുന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കുട്ടികൾക്ക് ശരിക്കും അടിത്തറ ഗ്രാമർ മുതൽ എടുത്ത് പറഞ്ഞു കൊടുക്കുന്ന അത്രയും നല്ലൊരു ക്ലാസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ കുട്ടികളെ വെച്ചിട്ട് പറഞ്ഞേക്കാം. നമ്മുടെ ദീനി ജീവിതത്തിൽ, ദീനിയായ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നമുക്കിടയിൽ വലിയ സന്തോഷങ്ങൾ വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. നമ്മുടെ ജോലിയിലും കച്ചവടത്തിലും മറ്റുമെല്ലാ മേഖലയിലും ഉള്ള ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. നമ്മുടെ ഖുർആൻ പഠിതാക്കളായും തുറക്ക് വരുന്ന 1-2 ആളുകൾ ഈ പരിസരത്ത് സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, കച്ചവട സ്ഥാപനങ്ങൾ. ഒരു പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് അവരുടെ ആ ഒരു മേഖലയിൽ, റിസ്ക്കിന്റെ മേഖലയിൽ അവരുടെ ഉപജീവനമാർഗം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നല്ല ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. പല സഹോദരങ്ങളും അവരുടെ പല പ്രയാസങ്ങളും പറയാറുണ്ട്. അല്ലാഹു അതൊക്കെ മാറ്റിക്കൊടുത്ത് ഏറ്റവും സുന്ദരമായ ജീവിതം അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത
التواب الرحيم. ربنا آمنا فاكتبنا مع الشاهدين. ربنا لا تخزنا يوم القيامة إنك لا تخلف الميعاد. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على